മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരാളായിട്ടാണ് ഞാൻ. അതിൽ മകൾ നഷ്ടപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഈ ആ നടീനെ കുറിച്ച് ഒരാൾ എഴുതി, എന്തോ എഴുതാൻ പോയപ്പോൾ പുള്ളിക്കാരന് ഈ കൊച്ചു വഴങ്ങി കൊടുത്തില്ല. അതിൻ്റെ പേരിൽ വളരെ മോശമായിട്ട് എഴുതി. ഈ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അവൻ തന്നെ ആയിരിക്കും, തെറിയാക്കണ എനിക്കായിരിക്കും. ഉടനെ തന്നെ തിന്നിട്ടോ ഈ മനുഷ്യനെ വികൃതനാക്കി കാണിച്ചു. രഞ്ജേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വേദിയിൽ പോലെ തന്നെ കാണരുത്. റാഞ്ചേട്ടൻ ചെയ്യുമ്പോൾ പറഞ്ഞത് ഇനി നീ സ്കിറ്റുകളോ മറ്റോ ഒന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. എന്റെ കുഞ്ഞല്ലേ നീ അച്ഛൻ്റെ പൊന്നല്ലേ, പൊന്നു മോളല്ലേ നീ എൻ്റെ തങ്കക്കൂടമല്ലേ. Happy peanut butter, a healthy source of protein. നല്ല ഉത്തമമായിട്ടുള്ളൊരു വിശ്വാസിയാണ്. ഭക്തനാണ് എന്നും പറഞ്ഞ് ഞാൻ ഒരു ഇതിലല്ല, ഇത് ഈ എൻ്റെ ചോയ്സല്ല ഞാൻ ക്രിസ്ത്യാനി ആവണമെന്നുള്ളത്. ഞാൻ ആയതാണ്. പക്ഷേ ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ പോകുന്ന സ്ഥലങ്ങളുണ്ട്, വിശ്വാസം ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കൃപാസനം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം കിട്ടുന്നുണ്ട്. ഒരുപാട് ചിലപ്പോൾ ആൾക്കാർ അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണലി ഞാൻ പറയുന്നത് പേഴ്സണൽ ചോയ്സ് അല്ലേ. അപ്പം എനിക്ക് ആശ്വാസം കിട്ടുന്ന സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്, എനിക്ക് അനുഗ്രഹം കിട്ടുന്നുണ്ട്, ഫീലുണ്ട്. ഒരാൾ ഉപദ്രവിക്കാതിരിക്കുക, വേദനിപ്പിക്കാതിരിക്കുക, അത് എഴുതി വെക്കട്ട നിയമമാണ്. ഞാൻ കണ്ടിട്ടുള്ളതാണ്. പലരും ഈ മറ്റുള്ളവരെ വേദനിപ്പിച്ചും ഇത് ചെയ്തിട്ടുള്ള ആൾക്കാർ തിരിച്ച് എന്ത് വിത്താണ് വിതയ്ക്കുന്നത് അത് തന്നെയല്ലേ കിട്ടുള്ളൂ. നെല്ല് വിതച്ചാൽ ഗോതമ്പ് കിട്ടില്ല. അപ്പോൾ അത് ഏത് സിനിമയിലാണ്. ഇപ്പോൾ സിനിമയിൽ തന്നെ ഒരു സിനിമയൊക്കെ അടച്ചാക്ഷേപിക്കണ കാണുമ്പോൾ നമുക്ക് സങ്കടം വരാറുണ്ട്. കാരണം അതൊരു വേദനിപ്പിക്കലും ഉപദ്രവവും കൊലപാതകവുമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം അത് തിരിച്ചു വരും. നമ്മളൊരാൾക്ക് ഉപദ്രവം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടും. സഹായം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുതെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ പോകുന്നു ഞാൻ. അതുകൊണ്ട് വലിയ അപകടങ്ങളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ വീഴ്ചകളോ വന്നാലും വലിയ അപകടങ്ങളിൽ വീഴാറില്ല. മമ്മൂക്കേനെ തന്നെ എടുത്ത് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു പെരുന്നാളിന് പള്ളിയിൽ പോകാണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും, പത്രത്തിൽ പിറ്റേ ദിവസം കാണാറുണ്ട്. 5 നേരം നിസ്കാരം. ലാലേട്ടൻ വെളുപ്പിന്, അതായത് രാത്രി ഷോ കഴിഞ്ഞ് ഒരു 3 മണിക്കൊക്കെ ഷോ കഴിഞ്ഞിട്ട് 6:30 എഴുന്നേറ്റിട്ട് ആറന്മുള അമ്പലത്തിൽ പോകുന്നത്, തിരുവനന്തപുരത്ത് പോകുന്നത്. അപ്പോൾ ഒരു ശക്തിയില്ലാതെ ഇവർ നിലനിൽക്കുന്നില്ല. പിന്നെ സുരേഷ് ചേട്ടനെ പറയണ്ടല്ലോ, അമ്പലത്തിൽ തന്നെ വല്ലോ. അപ്പോൾ ഒരു ശക്തിയുണ്ട്. പക്ഷെ പള്ളിയിൽ, ഇപ്പം ക്രിസ്ത്യൻ പള്ളികളിൽ ഞാൻ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ല. ക്രിസ്ത്യൻ പള്ളികൾ പോകുന്നത് ഞാൻ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ഞാൻ ശരിക്കും അധികം കണ്ടിട്ടില്ല. ഇനി എൻ്റെ കുഴപ്പമാണോന്ന് അറിയില്ല. ഇപ്പം ഞാൻ പോണത് ആരും കണ്ടിട്ടുണ്ടാവില്ല. അതുപോലെ പോകുന്നുണ്ടാവും ചിലപ്പോൾ. അതുപോലെ പോകുന്നുണ്ടാവും. ഇതൊക്കെ നമ്മൾ പറയുമെങ്കിൽ ഇന്നസെന്റ് പോകാറുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഇപ്പം ഞാൻ പോകുന്നത് കാണുന്നില്ല. അതുകൊണ്ടായിരിക്കാം. എല്ലാവരും അവരവരുടെ അതൊരു വലിയ ഇതല്ലേ, നമുക്കൊരു എപ്പോഴാണ് നമുക്കൊരു കൈത്താങ്ങായിട്ട് നിൽക്കുകയല്ലേ അല്ലേ. എൻ്റെ ഇതിൽ കംപ്ലീറ്റ് ദൈവം നിയന്ത്രിച്ച വഴിയാണ്. കാരണം ഞാൻ വലിയ കലാകാരനൊന്നും അല്ല, വലിയ മിമിക്രിക്കാരനും അല്ല, വലിയ സിനിമാ നടനും അല്ല. പക്ഷെ ഞാൻ ലാലേട്ടൻ്റെ മമ്മൂക്കയുടെ അടുത്തിരിക്കുമ്പോൾ അത്ഭുതപ്പെടാറുണ്ട്. ഞാൻ ഇവിടെ എത്തിയോ, അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. കാലത്തും വൈകിട്ടും പ്രാർത്ഥന ഇല്ലാണ്ട് എനിക്കൊരു ദിവസമില്ല, ബൈബിൾ വായിക്കാത്തൊരു ദിവസമില്ല. ഏറ്റവും പ്രിയപ്പെട്ട വരികളാണ്. എൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്നതാണ് എല്ലാ ദിവസവും വായിക്കണം എന്ന് പറഞ്ഞത്. അത് മാത്രമേ ഞാൻ വായിക്കാറില്ല. അല്ലെങ്കിൽ ബൈബിൾ ഇടയ്ക്കെടുത്തിട്ട് കർത്താവിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. എവിടെ പോയാലും എങ്ങനെ പോയാലും എന്തിൻ്റെ മുകളിൽ ചവിട്ടിയാലും നീ സംരക്ഷിക്കപ്പെടും എന്നുള്ള കർത്താവിൻ്റെ സംരക്ഷണമുണ്ട്. അതുണ്ട്. അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു കാവൽമാലാക പുറകിൽ വന്നല്ലോ പോലെയാണ്. എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നിലനിർത്തുന്നുണ്ടല്ലോ. അപ്പോൾ അത് സ്ഥിരം വായിക്കാറുണ്ട് എല്ലാ ദിവസവും. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. വീടിന്റെ പേര് നസ്രത്ത്. ആദ്യം ഏതൻസ് എന്നായിരുന്നു. അത് ആദ്യം താമസിച്ചത്. ഇതിപ്പോ കമ്പനിപ്പടിയിലേക്ക് മാറി, പുഴയുടെ അരിയത്തേക്ക് മാറി. വെള്ളപ്പൊക്കം വന്നപ്പോൾ എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ പുഴയുടെ അരിയത്തിൽ താമസിക്കണമെന്നാണ്. അപ്പം ഭയങ്കര വിലയാണ്. ഈ വാട്ടർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണല്ലോ. വെള്ളപ്പൊക്കം വന്നപ്പോൾ വില കുറഞ്ഞു. അപ്പോൾ വാട്ടർ ഫ്രണ്ടിൻ്റെ അങ്ങോട്ട് മാറി. ഇപ്പം കമ്പനിപ്പടി അലുവ പെരിയാറിൻ്റെ തീരത്താണ്. വാട്ടർ ഫ്രണ്ടിലാണ്. വാട്ടർ ഫ്രണ്ടിലാണ്. അപ്പോൾ ദുരിതബാധിതനാണ് ഞാൻ. വെള്ളത്തിൽ മുഴുവൻ പൊങ്ങിയതാണ്. കൊറോണ, വെള്ളപ്പൊക്കം. ഇപ്പം നമ്മുടെ ചുറ്റും ഒരു 3000 അണുക്കളുണ്ടാവും. ഇപ്പം ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നത് തന്നെ നമ്മുടെ ഭാഗ്യമാണ്. ആരോഗ്യം ഉണ്ടാകുന്നതാണ്. കാരണം ഞാൻ ഈ അമ്മയിൽ ആരോഗ്യമില്ലാത്ത കുറേ പേരെ കണ്ടിട്ട്, ഈ രോഗികളെ കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് പാടില്ല.
അപ്പോൾ വൈകിട്ട് ഞാൻ നന്ദി പറയണത് മറ്റൊന്നുമല്ല, സിനിമയിൽ വർക്കില്ല മറ്റൊന്നും ഓർത്തിട്ടില്ല, ആരോഗ്യത്തോടു കൂടി നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമുക്ക് കുറേ കാശ് കിട്ടി മറ്റേ വണ്ടി ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല, ആരോഗ്യമില്ലെങ്കിൽ പോയില്ലേ. നമ്മൾ പിന്നെ ചിലരുടെ വീഴ്ചകൾ നമ്മുടെ മുന്നിൽ തന്നെ കണ്ടിട്ടുണ്ട്. പന പോലെ നിന്നിട്ടുള്ള ആൾക്കാർ ഉണ്ട്. അവരുടെ വീഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാം മറന്നുള്ളൊരു കളിയിലാണ്, ദൈവത്തിനെ മറന്ന് കളിക്കരുതെന്ന് പറയില്ലേ. അപ്പോൾ അതൊക്കെ നമുക്കൊരു വലിയ പാഠമാണ്. ഏത് ലെവലിൽ നിന്നിരുന്ന ആൾ ഏത് ലെവലിലേക്ക് പോയി എന്നുള്ളതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പേരെന്ന് ഞാൻ പറയുന്നില്ല എന്നുള്ളൂ. അപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഇവരൊക്കെ കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ലത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും നമ്മൾ പറഞ്ഞോട്ടെ, അവർക്ക് പറയാനുള്ളത് അത് ദൈവം തന്നെ. കാരണം നമ്മുടെ എതിരെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിന് പകരം ചോദിക്കാൻ ഞാൻ ചെറുതായി പോകും. അത് ദൈവം കാണുന്നുണ്ട്. ഞാൻ ശപിക്കണമെന്നല്ല പറയണത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഈ അങ്ങനെ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. മോശം അനുഭവം ഇപ്പോൾ ഈ ലാൽ ജോസ് സാറ് പറഞ്ഞിട്ടുണ്ട് ഒരാളെ കുറിച്ച്, ഒരു നടീനെ കുറിച്ചാണ്. അതാരാന്നുള്ളത് നിങ്ങൾ നേരിട്ട് വിളിച്ച് ചോദിച്ചു. ആ നടീനെക്കുറിച്ച് ഒരാൾ എഴുതി, എന്തോ എഴുതാൻ പോയപ്പോൾ പുള്ളിക്കാരന് ഈ കൊച്ച് വഴങ്ങി കൊടുത്തില്ല. അതിൻ്റെ പേരിൽ വളരെ മോശമായിട്ട് എഴുതി. ആ അമ്മ അയാളുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് മുടി പറിച്ച് പ്രാഗി എന്ന് പറയണത്. അതൊരു മനസ്സ് വിഷമിച്ച, കാരണം വെറുതെ കള്ളത്തരം എഴുതി വിടാണ് ഒരു നടിയെക്കുറിച്ച്. അയാൾ, ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ബോൺ ക്യാൻസർ വന്ന് മരിച്ചത്. അത് എന്ന് കരുതിയിട്ട് മറ്റു രോഗങ്ങൾ വരുന്നവർ തെറ്റിയത് നല്ല കേട്ടോ. അവർക്കൊക്കെ ആശ്വാസം ദൈവം കൊടുക്കുന്നുണ്ടാവും. പക്ഷേ ഇയാളങ്ങനെ ഭയങ്കര വേദനിച്ച് ചോദിച്ചാൽ, കാരണം ഒരു പെണ്ണിൻ്റെ ലൈഫ് ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഇത് ആരാന്നുള്ളത് ലാൽ ജോസ് സാറിൻ്റെ അടുത്ത് ചോദിക്കുക. അല്ലാതെ എനിക്ക് ഊഹിക്കാം, നല്ല മനസ്സിലായത്. അപ്പോൾ അത് നമ്മൾ കർമ്മേണത്. വേദനിപ്പിച്ചവർ നമ്മുടെ മുന്നിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം സത്യമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നവർ രക്ഷപ്പെട്ട് പോട്ടെ എന്ന് നമുക്ക് പറയാം, പക്ഷേ അവർക്ക് കിട്ടാതിരിക്കില്ല. മോൻ എന്ത് ചെയ്തു? മോൻ ആനിമേഷൻ ഗ്രാഫിക്സ് ആണ്. ആദം അവൻ സ്കൂൾ യുവജനോത്സവത്തിലൊക്കെ നാടകത്തിനൊക്കെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. പക്ഷെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടട്ടെ, എന്നിട്ട് ഇതിലോട്ട് ഇറങ്ങിക്കോട്ടെ. 1-2 പേര് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ താല്പര്യമുണ്ടോ. ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിമിൽ നല്ലൊരു ഇത് പറഞ്ഞു, ഞാൻ പറഞ്ഞത് ഇതായിട്ട് വരട്ടെ, എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങട്ടെ. ആകെ വരണുള്ളേ. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അവിടെ എന്തെങ്കിലും സംഭവിച്ചു പിന്നെ ജീവിതത്തിന് അർത്ഥമില്ലാണ്ടായി പോകും. അപ്പോൾ അവർ കുറച്ച് പ്രായവും പക്വതയൊക്കെ വരുമ്പോൾ പിന്നെ സ്വന്തമായിട്ട് നമുക്ക് തന്നെ കണ്ടില്ല, മകനെ കെട്ടിച്ച് നല്ല സെറ്റിൽഡ് ആക്കിയിട്ട് ഇറക്കും. ഒരു പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ അങ്ങനെ ആയിരിക്കണം. ഈ പഴുക്കാണ്ട് നമ്മൾ പേരൊക്കെ കടിച്ച് തന്നിട്ടുണ്ടെങ്കിൽ രുചിയും തുപ്പികളായി ചവർക്കും. അത് പഴുക്കട്ടെ. ഇത് കരിയറിൽ വളരെ ബ്രേക്ക് ചെയ്തൊരു പ്രോഗ്രാം ആയിരുന്നു ടോം ആൻഡ് ജെറി. ടോം ആൻഡ് പക്രു അങ്ങനെ ഇരുന്ന് വരിക. അതൊരു സവാരിഗിരി എന്ന് പറഞ്ഞു. അല്ലാതെ ഒരുപാട് പ്രോഗ്രാം നിങ്ങൾ ചെയ്തു. പക്ഷെ നിങ്ങൾ രണ്ടുപേരുടെയും കരിയറിലേക്ക് ഒരു വലിയ ബ്രേക്ക് ഉണ്ടാക്കിയ ഒരു പ്രോഗ്രാം ആയിരുന്നു. ഇപ്പോൾ കേൾക്കുന്നു നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ ടി വിയിലോ ഇതിലോ ഒന്നിലും മഞ്ഞില്ല. എന്താണ് കാര്യം? നിങ്ങൾ പിരിയാൻ കാരണം എന്താണ്? പിരിയാൻ കാരണം ബോഡി ഷേമിങ്. ഈ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ അവൻ തന്നെ ആയിരിക്കും, തെറിയാക്കണ എനിക്കായിരിക്കും. കാരണം അവനെ കളിയാക്കണ സാധനം എഴുതിക്കൊണ്ട് തന്നത്. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റണം, നിനക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു സംഭവമുണ്ട്. അത് ഡിഷും എന്ന് പറഞ്ഞൊരു പടത്തിൽ അവൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ എനിക്ക്, നീ ഇത്രയല്ലേ ഉള്ളൂ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീ എന്ത് വേണമെങ്കിലും കാണിക്കുന്നു പറഞ്ഞു പലതും ചെയ്യും. അവൻ കാലിൻ്റെ അടി കൂടി പോകും. എൻ്റെ കാലിൻ്റെ അടി കൂടി പോകാൻ പറ്റില്ല, ഇത് ഇത്രയുള്ള കാലിൻ്റെ. അപ്പോൾ ഉടനെ തന്നെ തിന്നിട്ടോ ഈ മനുഷ്യനെ വികൃതനാക്കി കാണിച്ചു. എന്ത് ചെയ്താലും ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് അതിൻ്റെ ഒരു ഫണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുള്ളൂ. അപ്പോൾ നമ്മൾ ആ പരിപാടികൾ നിർത്തി. പിന്നെ ജഡ്ജ്മെൻ്റൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, അവിടെ ഇവിടെ എന്ന് പറയാം. പക്ഷെ ഇപ്പോൾ സിനിമ വരുന്നുണ്ട് 916 കുഞ്ഞൂട്ടൻ എന്നും പറഞ്ഞ്. ഞാനതിലൊരു ഈ ചെറിയൊരു വേഷമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ ഒരുമിക്കുന്നൊരു സിനിമയാണത്. ഞങ്ങൾ അതെ, ഇപ്പോൾ ഈ വെക്കേഷന് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ ബോഡി ഷേമിങ്ങും ഇതൊക്കെ 1000 വട്ടം ആലോചിച്ചിട്ടല്ല ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. ഇപ്പം അവനെ തന്നെ കളിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതിനെ കൊണ്ട് പറയിപ്പിക്കാനും ഇഷ്ടമാണ്. മറ്റുള്ളവർക്കാണ് അത് പിന്നെ ഭയങ്കര പ്രശ്നവും. ഏറ്റവും നല്ല സുഹൃത്തല്ലേ. പിന്നെ നമുക്ക് ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു തളർച്ച വരുമ്പോൾ ഞാൻ വിളിക്കുന്ന ഒരാൾ ഒന്ന് പിഷാരടിയാണ്. കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റും, നമുക്കൊരു എനർജി തരാൻ പറ്റും. പോസിറ്റീവായി പറയാറുള്ളൂ, നെഗറ്റീവായിട്ട് പറയൂല. പിന്നെ പക്രുവിനെ വിളിച്ച് നോക്കുമ്പോൾ പറയും ഞാൻ ഇവിടം വരെ എത്തി, പിന്നെ നിനക്ക് എന്ത് നോക്കാനാണ്. അവിടെയാണ് നമുക്കൊരു എനർജി. ഇവന് ഇത്ര ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടില്ല, എന്നിട്ട് നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്. അപ്പോൾ കൂടെ തന്നെ ഉദാഹരണമുണ്ട്, എന്നാലും നമ്മളെ ചില സമയത്ത് നമ്മൾ തളർന്നു. അപ്പോൾ അവൻ ഒരു കുടുംബനാഥനായി, വാഹനങ്ങളും വീടും ഒക്കെ ഉണ്ടെങ്കിൽ, ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിലൊക്കെ വന്നെങ്കിൽ, നമുക്ക് ഇത്രയും തന്നിട്ട് നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ ശരിക്കും ദൈവത്തിന് ചീത്ത പറയുന്നതിന് തുല്യമാണ്. ഇടയ്ക്കൊരു പാട്ട് പാടി പാടി പ്രസിഡൻസി
പഴയ പ്രസിഡൻസി അത് ഹോട്ടലിൽ പാടുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മത്തെന്ന് പറയുന്നത് മത്തെന്ന് പറഞ്ഞ സിനിമയിൽ ഭയങ്കര കണക്ഷഡ് ആണെന്ന് പറഞ്ഞു ആ പാട്ട്. ആ പാട്ട് ഷെയർ ചെയ്തത് വിനീത് ശ്രീനിവാസൻ്റെ പേജിൽ ഇപ്പോഴും കിടപ്പുണ്ട്. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. അതൊരു അച്ഛൻ മകൾ ബന്ധമാണ്. മയക്കുമരുന്നിന് അടിമപ്പെട്ട ഒരാളായിട്ടാണ് ഞാൻ. അതിൽ മകൾ നഷ്ടപ്പെടുന്ന എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ തന്നെ കാണാൻ പോയി ഡോക്ടർ വന്ദനദാസിനെ കാണുമ്പോൾ ആ ഫീലിലാണ് ഞാനത് പാടിയത്. ഡോക്ടർ വന്ദനദാസിനെ കാണാൻ പോകുന്നത് സുരേഷ് ചേട്ടൻ്റെ കല്യാണത്തിനാണ് ഞാൻ അദ്ദേഹത്തിനെ കാണുന്നത്. അപ്പം കാരണം സുരേഷ് ചേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഒരാളിങ്ങനെ ഇരിപ്പ്, ഒരാളെ മാത്രം എന്തോ എൻ്റെ മനസ്സിലിങ്ങനെ മകളെ കെട്ടിക്കുന്ന ഒരച്ഛൻ മകളെ കെട്ടിച്ച് വിടുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ വന്ദനദാസിൻ്റെ ഫാദറാന്ന് പറഞ്ഞു. കണ്ണ് നിറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു മകളെ കെട്ടിച്ചു വിടുന്ന ഒരു അപ്പനിരുന്ന് കാണുകയാണ്. ഞാൻ പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയണത് വന്ദനദാസിൻ്റെ ആണ്. എനിക്കൊന്നൊരു വീട്ടിൽ വന്നോന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ സുരേഷ് ചേട്ടനെ ഏറ്റെടുത്തിരിക്കുക. ഇതുപോലത്തെ എത്ര കാര്യങ്ങളാണ് അവിടെ ഒരുക്കുന്ന ഓരോ ആൾക്കാരും ഇതുപോലുള്ള ആൾക്കാരാണ്. ഇത് ഞാൻ തേടി പിടിച്ചതാണ് കേട്ടോ. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ അമ്മ എന്ന് പറഞ്ഞാൽ ടോട്ടലി ഔട്ടായി. അമ്പലങ്ങളിലൊന്നും പോകുന്നില്ല. ഇനി എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? ചെകുത്താനല്ലേ ഇവിടെ ജയിച്ചിരിക്കുന്നത്. മകളെ പിച്ചി ചിന്തി. പക്ഷേ അവളുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ അവൾ ഉപയോഗിച്ച ലാപ്ടോപ്പ്, അവളുടെ വാച്ച്, അവളുടെ പുസ്തകങ്ങൾ, അവളുടെ ഒരു ലോകമാണ് ആ വീട് മൊത്തം. ഞങ്ങൾക്ക് ഫുൾ ഫോട്ടോസ്. ഞാൻ പറയും മൊത്തം വന്ദനദാസിൻ്റെ ആണല്ലേ പറയും. അല്ല, ഞങ്ങൾക്കിനി എന്താ ഉള്ളത്? ഇതേ ഉള്ളൂ. കാരണം അവർ മരണത്തെ കാത്തു നിൽക്കുകയാണ്. ആ ഭീകരൻ എന്ന് പറഞ്ഞവൻ ഇപ്പോഴും അവിടെ കിടക്കാണ്. അപ്പോൾ ഒരാളുടെ സ്വപ്നം, ഇതൊക്കെ സുരേഷ് ഏട്ടൻ കണ്ടെത്തി എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ്. അതൊക്കെ വളരെ ഭയങ്കര ഒരു ഓറയാണ് സുരേഷ് ഏട്ടന് ഉള്ളത്. കാരണം ആ നിലനിൽക്കുന്നത് പലരുടെ ആവശ്യമാണ്. അപ്പോൾ അവരുടെ കേസ് നടത്താനും ഇതിനൊക്കെ കൂടെ നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ പിന്നിൽ വേറെ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ ഈ പാട്ട് പാടിയതിന് ശേഷം അത് കണ്ടിട്ടതിന് ശേഷമാണ് ഞാൻ പാടിയത്. പാട്ടൊന്ന് പാടാൻ നിങ്ങൾക്ക് പാടി ശരിക്കും അത് ട്രാക്ക് ഇട്ടിട്ടാണ് പാടേണ്ടത്. എന്തായാലും മൊബൈലിൽ ട്രാക്ക് ഉണ്ട്. എല്ലാ പെൺമക്കൾക്കും വേണ്ടിയിട്ടാണ്. എൻ്റെ കുഞ്ഞല്ലേ നീ അച്ഛൻ്റെ പൊന്നല്ലേ, പൊന്നു മോളല്ലേ നീ എൻ്റെ തങ്കക്കൂടമല്ലേ, വാരിളം തേനല്ലേ നീ താരിളം പൂവല്ലേ, വാടിയിരുന്നാലോ അച്ഛൻ്റെ നെഞ്ചിരുത്തിയല്ലേ. ഭയങ്കര ഇതാണ് വരികൾ. അതെ. അപ്പം ഞാൻ ഈ വന്ദനദാസിനെ ഓർത്തിട്ടാണ് ഞാൻ എപ്പോഴും പാടുന്നത്. ആ അച്ഛൻ പാടുന്ന ഒരവസ്ഥ, അയാളുടെ ഒരു സ്വപ്നം. പെട്ടെന്ന് മണിയെ ഓർമ്മ, മണിയുടെ ഒരു ആ അച്ഛൻ്റെ എല്ലാ സ്വപ്നം തകരുകയല്ലേ. അവളെ പൊന്നുപോലെ ആകെ ഒരു കൊച്ചു, വളരെ വൈകിയുണ്ടായ കുട്ടി ഡോക്ടറായിട്ടേ ഒരു ദിവസം ഇല്ലാണ്ടായി പോകുന്നു. ഓരോ മണിക്കൂറിലും പീഡിപ്പിക്കപ്പെടുകയാണ് സ്ത്രീ എന്ന് പറയുന്ന അമ്മയാവേണ്ടവർ, നമ്മുടെ പെങ്ങന്മാർ. അപ്പോൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് ലഹരിയായിരിക്കാം, ഒന്ന് മനസ്സിൻ്റെ പ്രശ്നങ്ങളായിരിക്കാം. ഇപ്പം നമ്മൾ വായിക്കും, ഞാൻ പത്രം വായിക്കാറില്ല, ഫസ്റ്റ് പേജ് വായിക്കാറില്ല. സ്വന്തം മകനൊക്കെ അമ്മേനെ എങ്ങനെ തലക്കടിക്കാൻ പറ്റണത്? നമ്മളമ്മയെ ദൈവം പോലെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, അമ്മ പറയുന്ന കർത്താവിൻ്റെ സംരക്ഷണം വായിച്ചുകൊണ്ട് നടക്കുന്ന ഒരാൾ. അമ്മയൊന്നും നുള്ളി വേദനിപ്പിക്കാൻ പോലും ഇഷ്ടമല്ലാത്തവരാണ് നമ്മളൊക്കെ. അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ നടക്കുന്നു? അച്ഛനെ വെട്ടിക്കൊല്ലുന്നു. അങ്ങനത്തെ ഒരു വല്ലാത്ത കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പുതിയ സിനിമകളൊക്കെയാണ് വരുന്നത്. പുതിയ 6-7 പടങ്ങൾ ഇരിപ്പുണ്ട് ശരിക്കും. ഒന്ന് എനിക്കൊരു ടേണിംഗ് പോയിന്റ് ആകാൻ പോകുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഗിയർ ഷിഫ്റ്റ്. ഇത്രയും കാലം ഇങ്ങനെ അഭിനയിച്ചു ജയരാജ് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന പെരുങ്കളിയാട്ടം. സുരേഷ് ഏട്ടനോടൊപ്പം ഓപ്പോസിറ്റ് ഒരു നല്ലൊരു ക്യാരക്ടറാണ്. പല ഷെയ്ഡ്സ് ഉള്ളൊരു ക്യാരക്ടറാണ്. കളിയാട്ടത്തിന് ശേഷം പെരുങ്കളിയാട്ടം. അതിനുശേഷം ശാന്തമീ രാത്രിയിൽ, അത് ഇപ്പോൾ റിലീസുണ്ടെന്ന് പറഞ്ഞാൽ ജയരാജ് സാറ് തന്നെയാണ്. അതിലൊരു 10-70 വയസ്സുള്ള ആളായിട്ടാണ് സാറ് അത് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കോട്ടയത്ത് നടക്കുന്നൊരു കഥാപ്രസംഗവും അങ്ങനെ ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ലണ്ടനും ബേസ് ചെയ്ത് ന്യൂജനും സ്തന്തവൈബും കൂടി ചേരുന്ന ഒരു സംഭവമാണ്. അതിലൊരുപാട് പേരുണ്ട്. നമ്മുടെ കുക്കയാർ ഗോകുലില്ലേ, നമ്മുടെ ആടുജീവിതത്തിലെ പയ്യനുണ്ട്, ഭരൻ സാറിൻ്റെ മോനുണ്ട്, സിദ്ധാർത്ഥൻ, അങ്ങനെ ജീൻ പൊള്ളാൾ, അങ്ങനത്തെ ഒരു ഗ്രൂപ്പുണ്ട്. കുറേ പ്രായമായ ആൾക്കാരുണ്ട്. രണ്ടിൻ്റെ ഇടയിൽപ്പെട്ട എന്നെ പോലുള്ളവരുണ്ട്. അതും നല്ലൊരു പെർഫോമിംഗ് ബേസ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ ഞാനും ബക്കറും കൂടിയുള്ള കുഞ്ഞൂട്ടൻ, 916 കുഞ്ഞൂട്ടൻ,
പിന്നെ അതാണ് വെക്കേഷനിലാണ് ഇറങ്ങുന്നത്. പിന്നെ ചേരാന്ന് പറഞ്ഞൊരു പടമുണ്ട്, അത് നിമിഷ സജയനും റോഷൻ മാത്യൂസാണ്, ലിജിൻ ജോസിൻ്റെ പടമാണ്. പിന്നെ വരുന്നപ്പോൾ ശുക്രൻ, ഇപ്പോൾ ബിബിൻ ജോർജ്, അത് ഷൈൻ ടോമും ബിബിൻ ജോർജ് ഇവരൊക്കെ ഉള്ളതാണ്. പിന്നെ ഒരു പോലീസ് ഡേ എന്ന് പറഞ്ഞൊരു പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇപ്പം ആഴ്ചയിൽ 10 പടവും 8 നടന്മാരും വെച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലാണ് ഈ നീന്തി പിടിച്ച് നിൽക്കുന്നത്, ഒരു കണക്കിന് പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇനി ഇതിൻ്റെ പ്രതിസന്ധികളൊക്കെ മാറി ഓരോന്നോരോന്നായിട്ട് ഇനി ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മാർത്താണ്ഡൻ്റെ പടമാണ്. അത് പേര് ഇതൊന്നും ആയിട്ടില്ല. അതിൽ നായകനില്ല, പക്ഷേ കുറേ ആക്ടേഴ്സ് ഉണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഞാനുണ്ട്, പിന്നെ വിജയരാഘവൻ ചേട്ടനുണ്ട്, ഷാജോണുണ്ട്. ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ടീം. അതെൻ്റെ നാട്ടിൽ തന്നെ, ആലുവയിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ മാസം ഉണ്ടാവും. മെയ് 5-ാം തീയതി മെയ്യിൽ തുടങ്ങാണ്. അപ്പം അടുത്തിടെ ഞാൻ കേട്ട ഒരു ഇതിൽ ചില കഥകളൊക്കെ ചില സംവിധായകരോട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കഥ എഴുതി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ഒരു മടിയനായതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുന്നില്ല. അപ്പോൾ ഞാൻ അറിഞ്ഞത് മമ്മൂട്ടിയോടും മോഹൻലാലിനോട് സുരേഷ് ഗോപിയുടെ നേരിട്ട് കഥ പറയാൻ ആകെ ആക്സസ് ഉള്ള സുരേഷിന് മാത്രമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആക്സസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ലോ, അത് എത്രയോ വർഷങ്ങൾ കൊണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക് കഥ പറയാൻ ആക്സസ് ഉള്ള ഒരു ഡയറക്ടറാണ്, നല്ല ഡയറക്ടറാണ്, അറിയാമല്ലോ. വരട്ടെ, അത് ഇപ്പോൾ പറയേണ്ട ആവശ്യം. നല്ലൊരു കഥയാണ്. അതെൻ്റെ ഈ അമ്മയിലുള്ള ജീവിതത്തിൽ ഈ 6-7 വർഷത്തിൽ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ജീവനുള്ള കഥയാണ്. അല്ലാതെ ഒരു കോപ്പി ഫിലിം അല്ല. അവിടെ നിന്ന് ഞാൻ കണ്ട് ഒരു സിനിമാ താരം എന്താണെന്നുള്ളത്, റിയൽ ലൈഫിൽ എന്താണെന്നുള്ളതാണ്. പുറത്ത് കാണുന്ന ഇതല്ല. നമ്മൾ അമ്മയുടെ ജനറൽ ബോഡിക്ക് വന്നിറങ്ങുമ്പോഴും എൻ്റെ അടിയിലൊക്കെ കുറേ പേര് കുറേ ചീത്തയൊക്കെ എഴുതാറുണ്ട്. പക്ഷേ ഇവരെന്താണ് യഥാർത്ഥത്തിൽ, അവരെന്താണ്, എന്ത് മനുഷ്യരാണ്, സാധാരണ മനുഷ്യരാണ്. ആ ഒരു ജീവിതം സിനിമയാണ്. ഇല്ല, അതൊക്കെ 1-1.5 വർഷം നമ്മൾ അതിന് വേണ്ടി നിൽക്കണം. നമ്മൾ ഇടണ തേങ്ങ എടുത്തുകൊണ്ട് പോയാൽ പോരെ. തേങ്ങ ഇടാൻ അറിയാവുന്ന ആൾക്കാരുണ്ട്, നമ്മൾ വലിഞ്ഞ് കയറണ്ട. ഇപ്പം എഴുത്താണ് എനിക്കിഷ്ടം. അപ്പോൾ അത് എഴുതി ആ ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം നാഷണൽ അവാർഡ് വിന്നറൊക്കെയാണ്. നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടക്കട്ടെ, അതൊരു വലിയ സിനിമയായി മാറും. അത് അങ്ങനെ വേറൊരു ടേണിംഗ് പോയിന്റിലേക്ക്. അപ്പോൾ ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഇവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയൊക്കെ നിൽക്കണ്ടേ. അങ്ങനെ തട്ടിയും മുട്ടിയും നിൽക്കുന്നു. ഒരു പുതിയ തലമുറയുടെ ഒപ്പമാണ് നമ്മൾ ഒരു തന്തവായ്പുള്ള ഒരാളെന്നുള്ളത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ പറയുന്ന മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വലിയ ലെജൻഡറി ആൾക്കാരുടെ കൂടത്തിൻ്റെ ഇപ്പുറത്തും ഇപ്പോഴത്തെ തലമുറയുടെ ഒപ്പം അഭിനയിക്കാൻ കഴിയുന്നു പറയുന്നൊരു ഭാഗമാണ്. എല്ലാവരും ഇപ്പോൾ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതിയ തലമുറയെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവുകളൊക്കെ നമ്മൾ പുറത്തേക്ക് ആളുകൾ കേൾക്കുന്നു. അത്തരം അനുഭവങ്ങളോ എന്തെങ്കിലും ടിനിയുടെ കാര്യത്തിലുണ്ട്? എനിക്കങ്ങനെ നെഗറ്റീവ് ഒന്നും തോന്നിയിട്ടില്ല അവരുടെ അടുത്ത്. ഇപ്പോൾ ഷെയ്ൻ നിൽക്കുവാണെങ്കിലും എനിക്ക് തോന്നുന്നു അവരെ ഫാമിലിയായിട്ടൊക്കെ നേരത്തെ അറിയാമെന്നില്ല. വീക്കെൻഡ് അറിയാം. ഇപ്പോൾ ടോവി ആണെങ്കിലും ഇവരൊക്കെ എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത്. പിന്നെ എന്താണ് അവരോട് എങ്ങനെയാണ് പെരുമാറിയിരിക്കുന്നത് അതായിരിക്കുമല്ലോ ചിലപ്പോൾ തിരിച്ചിട്ടിരിക്കുന്നത്. ഇവരുടെ നിന്നൊന്നും മോശം പെരുമാറ്റം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്നിട്ട് ഉടനെ ഇങ്ങനെ നിന്നെന്നല്ല അർത്ഥം. നമുക്ക് തരേണ്ട ഒരു ഇത് തന്നാൽ പോരെ. നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കാൻ ഇപ്പോഴുള്ള വിഷമം വരുന്നത്, പ്രതീക്ഷകളാണല്ലോ നമ്മൾ നിരാശരാക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു മോശം പെരുമാറ്റം അങ്ങനെ ഒരാളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഈ കേൾക്കുന്നതൊന്നും ശരിയല്ല എന്നുള്ളതാണ്. കേൾക്കുന്നത് ആരാണ് പറയുന്നത്, എന്താണ് പറയുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ ഇനി കഥ പറയാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ മൈൻഡ് വിചാരിക്കും. അതുപോലെ പ്രധാനമാണ് ഈ മിമിക്രി. ഒരുപാട് തുടക്കക്കാരാണ് നല്ല പിള്ളേരല്ലേ ഇപ്പോൾ നിൽക്കുന്നത്. പുതിയ തലമുറ ഞെട്ടിപ്പിക്കുന്നവരാണല്ലേ. ഞെട്ടിപ്പിക്കുന്നത് പറയാനൊരു അതുകൊണ്ട് ഏറി ഇറങ്ങി സുഖമാണ് ഇപ്പോൾ. ഞെട്ടിപ്പിക്കുന്ന പറഞ്ഞാൽ നല്ല പോളിഷ്ഡും നല്ല ഷാർപ്പായിട്ടുള്ളത്. നമ്മൾ തന്നെ ഇരിക്കുന്ന ഷോയിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ആൾക്കാരാണ്. സന്തോഷമുണ്ട്. പക്ഷെ അത് മാത്രമായിട്ട് അവരവിടെ നിൽക്കരുത് എന്നുള്ളതാണ്. ഒതുങ്ങിപ്പോയാൽ ഔട്ട്ഡേറ്റഡ് ആയി പോകും. മിമിക്രി ഞാൻ പറഞ്ഞില്ല, ഒരു പാസ്പോർട്ട് മാത്രമാണ്. ഒരു ഒബ്സർവേഷനും ഒരു എൻ്റർടൈൻമെൻറ്റും പടക്കം പൊട്ടുന്ന പോലെയാണ്. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ തീർന്നു. പക്ഷെ അതിൽ നിന്നും അഭിനയ രംഗത്തേക്ക് വരണം. ഒരു എൻട്രി അതിൽ ആ ഒരു അനുകരണത്തിൽ മാത്രം നിന്ന് അത് എന്നോട് പലരും ഉപദേശിച്ചതാണ്. മറന്നു കളഞ്ഞേക്കാനാണ് പറഞ്ഞത് മിമിക്രി. രഞ്ജേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു വേദിയിൽ പോലെ തന്നെ കാണരുത്. പക്ഷെ നമുക്ക് ലോൺ അടക്കണ്ടേ. ഈ പ്രാഞ്ചേട്ടൻ ചെയ്യുമ്പോൾ പറഞ്ഞത് ഇനി നീ സ്കിറ്റുകളോ മറ്റോ ഒന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന അതാണ്. ഒരാളെ അനുകരിച്ചെന്ന് ഇതുവരെയായിട്ട് ആരും പറഞ്ഞിട്ടില്ല ഒരു സിനിമയിലും. അപ്പോൾ പക്ഷേ നമ്മുടെ കാര്യങ്ങൾ ഈ ചിലപ്പോൾ വലിയ ഷോ ഈ സ്റ്റാർ നൈറ്റൊക്കെ അടങ്ങുമ്പോൾ രഞ്ജിയേട്ടൻ തന്നെ നോക്കുമ്പോൾ സ്കിറ്റ് കളിക്കാൻ വേണ്ടി റെഡി ആയിട്ട് കൊണ്ടുപോകും. അപ്പോൾ പറഞ്ഞത് അവൻ അനുസരിച്ചിട്ടില്ല എന്നുള്ളൊരിതാണ്.
പക്ഷെ അതാണ് എന്നെ ജനകീയനാക്കിയത്. ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും നമ്മൾ അറിയുന്നത് ടി വിയിലൂടെ, ടി വി ഷോസാണ് അവരിൽ ഒരാളാക്കി മാറ്റിയത്. അത് വളരെ പ്രധാനമാണ്. അതെ. താരത്തിനപ്പുറത്തേക്ക് തൊടാൻ പറ്റുന്ന ഒരാളാണ് എന്നുള്ളത്. ആ തൊടാൻ പോകാൻ എല്ലാവർക്കും തൊടാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അതെ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്.